ഇന്ന് മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള കുറച്ച് എൻ്റെ പരിപാടികളും എൻ്റെ കുറച്ച് പണികളൊക്കെ കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീറ്റു, നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ പാല് കാച്ചി ചായ വെച്ചു കേട്ടോ. അതിന് ശേഷം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളയപ്പവും ഒരു ചമ്മന്തിയാണ്. ഇത് എൻ്റെ ഒരു ചമ്മന്തിയാണ്. ഇത് തക്കാളിയും സബോളയും കൂടി ഞാൻ അരച്ചെടുത്തു. അതിന് ശേഷം പച്ചയ്ക്ക് അരച്ചെടുത്തിട്ട് ഞാനത് വാട്ടി കേട്ടോ. സാധാരണ ആദ്യം അത് പച്ചയ്ക്കാണ് കഴിക്കാറ്, പക്ഷെ ഒരു പുളി രസം. അപ്പോൾ ഞാൻ ചെയ്തത് വാട്ടിയിട്ട്, അതായത് അരച്ചത് നന്നായി വാട്ടിയെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിൽ കടുകൊന്നും പൊട്ടിച്ചില്ല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വാട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ അത് നന്നായി ഇങ്ങനെ വെന്ത പോലെ വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടാൽ കുറേ ഇട്ട് ഭയങ്കര എരിവാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ എന്ന് പറയാം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കി കേട്ടോ. നന്നായി ഒന്ന് വാടി വരുന്ന, അതൊന്ന് മൂത്ത് വരുന്ന വരെ നന്നായി ഇളക്കി. അതായിരുന്നു ഇന്നത്തെ വെള്ളയപ്പത്തിനുള്ള ചമ്മന്തി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ബജി ചമ്മന്തി ഇല്ലേ, ഏകദേശം ഇതുപോലെ ബജി ചമ്മന്തി നമ്മൾ പച്ചയ്ക്കാണ് തിന്നാന്നാണ് പറഞ്ഞത്, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെള്ളയപ്പം അധികം പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളയപ്പത്തിലും മുക്കിയതിന് നല്ല രസമായിരുന്നു. ഇതുണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. വെള്ളയപ്പത്തിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയ പോലെ ഉണ്ട്, എന്നാലും ഞാനധികം പരത്താതെ ഒഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പരത്തി നോക്കി കേട്ടോ. പരത്തി നോക്കിയപ്പോൾ ഉണ്ട് അത് ഇങ്ങനെ പൊട്ടി പോരുന്നു, ഓട്ടയൊക്കെ വരുന്നു. അധികം ഭയങ്കരമായിട്ട് പെട്ടെന്ന് മുരിയുമ്പോൾ ഇങ്ങനെ കല്ല് പോലെയാവണം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ പരത്താറില്ല, പക്ഷെ ഞാനൊന്ന് പരത്തി നോക്കിയതാണ്. പക്ഷെ അത് പൊട്ടി പോരായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരത്തലിൽ അത് പൊട്ടിയപ്പോൾ പിന്നെ ഞാൻ മറ്റോണം തന്നെ ആക്കി ഇത് ആവിയിൽ വേവിക്കാൻ തന്നെ നോക്കിയത്. പക്ഷെ ഇങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ അത് പൊട്ടി. എനിക്ക് കാണാൻ കുറച്ച് കഴിയുമ്പോൾ അടർത്തിയെടുക്കുമ്പോൾ പൊട്ടണത് കേട്ടോ. കേട്ടോ, അപ്പോൾ ഞാൻ അടർത്തിയെടുത്തപ്പോൾ പൊട്ടിപ്പോന്നു. അപ്പോൾ ഞാൻ ആകെ എനിക്ക് സാറേ ഇങ്ങനെ ഇതാക്കിയിട്ട് പെട്ടെന്ന് വെള്ളം കൂടിയ കാരണമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെള്ളം വെറുതെ ഒഴിച്ചിട്ട് അങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ പൊട്ടിയപ്പോൾ കണ്ടോ ഇങ്ങനെ കേട്ടോ. നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ചട്ടി ഞങ്ങൾക്കില്ല, അപ്പോൾ ഞങ്ങൾ ദോശച്ചട്ടിയിലാണ് ഉണ്ടാക്കാം. അതാണ് ഇതിങ്ങനെ ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞത് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എടുത്തപ്പോൾ നല്ല സോഫ്റ്റ്, പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് വെള്ളയപ്പം. അങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കി. വെള്ളയപ്പത്തിൽ ബാക്കി എല്ലാ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അധികം ഉണ്ടായിരുന്നില്ല, കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. എപ്പോഴും ബാക്കി തന്നെ, കാരണം രാവിലേക്ക് കുറച്ചുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. ഞാനിട്ടത് ഈസ്റ്റല്ല, മറ്റേ ബേക്കിംഗ് സോഡയാണ് ഇട്ടത് കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടായിരുന്നു, അതൊക്കെ നല്ല സ്പീഡിൽ ഞാൻ കഴുകി കേട്ടോ. ചായ കുടിച്ച പാത്രം, അത് ഞാൻ ചായയുടെ പാത്രം പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ കുറച്ച് നമ്മുടെ ഇതിലേ എന്താ പറയുക, വിറകിൻ്റെ കത്തിച്ച് ചാരല്ലേ, അത് വെച്ചിട്ട് ഞാനതൊന്ന് നന്നായി ഇതാക്കിയപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടി കേട്ടോ. സോപ്പും അതിൻ്റെ ഒപ്പം ചേർക്കും, അങ്ങനെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല പെട്ടെന്ന് കിട്ടും. അങ്ങനെ എല്ലാ പാത്രങ്ങളും, കുറച്ച് പാത്രങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചതും പിന്നെ മൂടി വെച്ചിരുന്ന പാത്രങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ വേഗം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ബാക്കി പണികളിലേക്ക് കടന്നു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. അപ്പോൾ പിള്ളേർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഇതൊക്കെ വെള്ളയപ്പമൊക്കെ കൊടുത്തു കേട്ടോ. വെള്ളയപ്പമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ എൻ്റെ വഴിക്ക് വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ് മോനൊക്കെ. അപ്പം വെള്ളയപ്പം നന്നായി കഴിക്കും അവർ. പക്ഷെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും 2 വെള്ളയപ്പം അനുസരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് ആ ചമ്മന്തിയും വെള്ളയപ്പവും പിന്നെ ചായ ഉണ്ടായിരുന്നു, കാലത്ത് വെച്ച ചായ, അതും കൂടി കേട്ട് അങ്ങനെ മുറ്റത്ത് രാവിലത്തെ മഴ തന്നെയാണ്. മഴ തുറന്നിട്ടില്ല കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു.
അതിനുശേഷം ഞങ്ങൾ ആകെ മുറ്റൊക്കെ ഇതായിട്ട് കിടക്കുകയാണ്. മുറ്റാകെ ഇതായിട്ട് കിടക്കുകയാണ്. മുറ്റത്ത് തെങ്ങൊക്കെ മുറിച്ചതാണേ. പിന്നെ അതിൻ്റെ തെങ്ങിൻ്റെ മുട്ടി അതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കൂർക്കപ്പേരി ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. എല്ലാം കുത്തും നമ്മുടെ ഇത് വറ്റൽമുളക് പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ ചായക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ കേട്ടോ. അപ്പോൾ ചായക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് അരച്ച് അത് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അരച്ച് വെച്ചേക്കണം കേട്ടോ. ഒരു സബോളയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ വെച്ച് വന്നിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ അത് നല്ല മൊരുമൊരു പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായക്ക് വടയും അതും കൂടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല മൊരിഞ്ഞിട്ട് തന്നെ വന്നു, കറുമുറയെ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കടയിലുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അതിലിടയിലൊക്കെ ഒരു തിന്നു പോകണ്ടായിരുന്നു കേട്ടോ, ഉണ്ടാക്കണ ഇടയിൽ തന്നെ. അതിനുശേഷം പിന്നെ ഒരു ബാലൻ എന്ന് പറഞ്ഞ സിനിമയിൽ അത് കണ്ടു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.